Hi friends, welcome to Garam Masala, the magic spices of cooking. മുട്ടപ്പോള അല്ലെങ്കിൽ കുംസി. ഇന്ന് നമുക്ക് ഡെലീഷ്യസ് മലബാർ ഇഫ്താർ ഡിഷായ മുട്ടപ്പോള അല്ലെങ്കിൽ കുംസി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: മുട്ട 3 എണ്ണം, പഞ്ചസാര 1/4 കപ്പ് പൊടിച്ചെടുത്തത്, മൈദ 1/4 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 പിഞ്ച്, ഉപ്പ് 1 പിഞ്ച്, നെയ്യ് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ, കാഷ്യൂ നട്ട്സ് 1 ടേബിൾ സ്പൂൺ, റൈസൻസ് 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 3 മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ്, ബേക്കിംഗ് സോഡ, ഏലക്കാപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. മൈദ, പഞ്ചസാര ഇവ കൂടെ മിക്സ് ചെയ്തതാണിത്. ഇതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇതിലോട്ട് പഞ്ചസാര അധികം ചേർക്കരുത്, പോള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബാറ്റർ തിക്കാവരുത്. ഇതാണ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. തിക്കാകുകയാണെങ്കിൽ ഇതിലോട്ട് 1/4 കപ്പ് പാല് കൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുട്ടപ്പോള ഹാർഡായി മാറും. ഇനി നമുക്ക് പോള തയ്യാറാക്കാം. ചൂടായ സോസ് പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സോസ് പാന് പകരമായി പ്രഷർ കുക്കർ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. അടുത്ത ഇതിലോട്ട് നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും റൈസൻസും റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. വെരി ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലായി നമ്മുടെ പാൻ വെച്ച് വേവിച്ചെടുത്താൽ മതി. പ്രഷർ കുക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് വെക്കരുത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് പാൻ ഓപ്പൺ ചെയ്ത് ഇതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും സ്പ്രിങ്കിൾ ചെയ്യാം. നമുക്കിതിനെ അടച്ചു വെച്ച് 15 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ നൈഫ് ക്ലീൻ ആയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോള കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് മലബാർ മുട്ടപ്പോള അല്ലെങ്കിൽ കുംസി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.